വീട്ടിൽ നിന്ന് പ്രയറൊക്കെ ചൊല്ലിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ യാത്രയിൽ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് പ്രയറൊക്കെ ചെറിയ രീതിയിൽ ചൊല്ലിപ്പിച്ചു. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ ഒരു 2:45 3 മണിയോടൊക്കെയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായി, ഡിലേ ഒന്നും വന്നില്ല. ഞങ്ങൾ വേഗം കയറി. റൂത്തിന് നോൺ വെജ് ആണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് നോണാണ് കിട്ടിയിരിക്കുന്നത്, പിന്നെ വെജാണ് കിട്ടിയിരിക്കുന്നത്. പാവ് ബജി, ചിക്കൻ കറി, നോക്ക് അപ്പം ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ഒരു 10 o'clock ഹോങ്കോങ്ങിക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അതാണുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഡിപ്പാർച്ചർ ഏരിയക്ക് പോവും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇപ്പോൾ സെറ്റാണ്. ഇനി അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിക്കും. നമുക്ക് ഇതിലാണ് തോന്നുന്നു പോവേണ്ടത്. അറിഞ്ഞൂടാ, ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഒരു മെട്രോ പോലെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആയി. എത്തിയിട്ടാ ഹോങ്കോങ്ങില് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. हमारे साथ यात्रा करने के लिए आप सभी का धन्यवाद. हमें आशा है कि आपकी उड़ान सुखदायी होगी. नमस्ते. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബാഗ് കളക്ട് ചെയ്യേണ്ട വന്നല്ലോ കേട്ടോ. പിന്നെ നമുക്കൊരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കേണ്ട വന്ന ഇടയില് അതൊക്കെ നിങ്ങൾ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്തൂലേ ഋതു? അപ്പൊ നമ്മുടെ ബാഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി ബാഗുകൾ ഒരു മാറ്റി വെക്കുമോ, കാരണം കുറച്ച് നേരം ഞങ്ങൾ ബാഗ് എടുക്കാനായിട്ട് വന്നിട്ട് നമ്മുടെ ബാഗേജിൻ്റെ അവിടേക്ക്. അപ്പം എന്തായാലും നമുക്ക് ബാഗ് കിട്ടി. അപ്പം അത് സന്തോഷമായി കേട്ടോ നമുക്ക്. ഹലോ, അപ്പം ഞങ്ങൾ ഹോങ്കോങ്ങിൽ നിന്ന് ഞങ്ങളതിനെ പിക്ക് ചെയ്യാൻ ഒരാൾ വന്നിരുന്നേ. അപ്പോൾ ആൾ ഞങ്ങൾക്കൊരു ലഗേജൊക്കെ ഏൽപ്പിച്ചിട്ട് ഹോട്ടൽ റംദാനിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹായ
ഒരു ഉറക്കം കഴിഞ്ഞ് ഇത് പിന്നെയും കിടന്നുറങ്ങാം. എനിക്കും എന്തോ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ റൂം ചെക്കിങ് എന്തായാലും ഒരു 11:30 പറ്റുള്ളൂ എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ഇവിടെ 7-Eleven കുറേ ഉണ്ടല്ലോ. 7-Eleven അറിയാത്തവർക്ക് പറയുകയാണ്, ഇങ്ങനെ കുഞ്ഞു നമ്മുടെ ഫുഡിൻ്റെയും അതിൻ്റെയൊക്കെ കടകളാണ്. അത് ഈ 7-Eleven എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. തായ്ലാൻഡിൽ പോയപ്പോൾ അവിടെയുണ്ട്, എല്ലാ ഭാഗത്തും ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ഇതുണ്ട്. അപ്പോൾ അവരവിടെ നമ്മുടെ അപ്പനും മോളും കൂടെ പോയിട്ടുണ്ട്. സാൻഡ്വിച്ചാ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും കഴിക്കാനും തോന്നില്ല. അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കുക. ഉറങ്ങി. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഇനി കിട്ടണവരെ ഇവിടെ ഇരിക്കാന്നാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വരണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താ പറയണേന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. നോക്കി കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ 2 എണ്ണം ഉണ്ട്. അയ്യോ, ഐ മീൻ ട്വിൻസ് ആ നിൽക്കണതേ. ട്വിൻസ് ആണോ എല്ലാം തോന്നണം, കസിൻസ് ആണെന്നാ തോന്നണേ. ഹെയറിലൊക്കെ നല്ല മിനുക്ക് പണി ചെയ്തിട്ടുണ്ട്. എന്തോ പാർട്ടിയാണോ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. റൂത്തൂസ് ഇത് കണ്ടാൽ തുടങ്ങും ഇവരെന്തിനാ ഏതിനാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഹെയർ നോക്കി നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാനുള്ള വ്യൂ ഇതൊക്കെയാണ്. അപ്പനും മോളും കൂടെ പോയിട്ട് നമ്മുടെ റൂമല്ല മുകളിലൊക്കെ പോയിട്ട് കണ്ടു. ലഗേജൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ ഇരുന്നു. റൂം കിട്ടാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ, അതുവരെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മുടെ റൂം നല്ല ടൗണിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ കുറേ കടകളുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു നല്ല കടകളാണ്. പിന്നെ കുറേ നായ്ക്കളും ഒക്കെ, നല്ല നല്ല ഭംഗിയുള്ള നായ്ക്കൾ. എന്തായാലും നമുക്കേ കാണാം ഇനി എന്തൊക്കെയാണെന്ന്. ഫ്ലൈറ്റ് യാത്ര ഒരു രക്ഷയില്ല കേട്ടോ. കാരണം പിള്ളേരൊക്കെ സഹകരിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവർക്ക് ട്രാവലിങ് നമ്മൾ കൊടുത്ത് അതൊരു ഇതായി. എന്നാലും ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കണ്ടേ ബെൽറ്റ് ഇട്ടിട്ട്. വേറെ വലുതാണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ട്രെയിനൊക്കെ ആണെങ്കിൽ ഒന്ന് വെറുതെ ഇതിങ്ങനെ നമ്മളെ കെട്ടിയിട്ട പോലെ തന്നെ. പിന്നെ നമ്മൾ ഓരോ ഫുഡ്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളത് ബുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു അനക്കം വരും, അത്രേ ഉള്ളൂ. പിന്നെ രാത്രിയാകുമ്പോൾ കിടന്നു. പിന്നെ ഒരു കാര്യം ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കണത് എങ്ങനെയാണെന്നറിയോ, ഇവരുടെ ഉറക്ക സമയം നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് എന്തായാലും ഒരു 1 മണിക്കാകുമ്പോൾ അവൾക്ക് ഉറക്കം വരുന്നത് ഞങ്ങൾക്ക് അറിയണതുകൊണ്ട് ആ ഒരു ടൈമിലേക്ക് ബുക്ക് ചെയ്യും. ഇത് ഞങ്ങൾ പോരുമ്പോൾ 4 മണിക്ക് ബുക്ക് ചെയ്തത്. അപ്പോൾ അവൾ നേരം വൈകി എണീറ്റു. അത് കഴിഞ്ഞാൽ എന്തായാലും 4 മണിക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ 4 മണി തൊട്ടിട്ട് അവളൊന്ന് ചെറുതായി ഉറങ്ങി ഡൽഹി വരെ. അപ്പോഴേക്കും എണീറ്റു കേട്ടോ. അപ്പോഴേക്കും എഴുന്നേറ്റു. പിന്നെ ഡൽഹിയിൽ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ടയേർഡായി. അപ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഉറക്കം പിന്നെയൊക്കെ പിള്ളേർ തീരുമാനിക്കുന്ന പോലെയാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാരണം കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ആളുടെ റൊട്ടീനൊക്കെ തെറ്റിയിരിക്കുക. കാരണം രാവിലെ ആയാൽ തുടങ്ങും അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മാമ്മേൻ്റെ അടുത്തും അമ്മാമ്മയാണ് 2 സ്ഥലത്തും ഇങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അമ്മാമ്മ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ ആൾക്ക് ഇന്ന് തുടങ്ങാനൊന്നുമില്ല. ഞങ്ങളുടെ വക ബെന്നും ഇവിടെ അതൊക്കെ കിട്ടുള്ളൂ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഒന്നിലും കുറയ്ക്കില്ല കേട്ടോ. എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് അത് പിന്നെ നമ്മൾ മുടക്കിയിട്ട് വേറെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം. ഇവിടെ ഇങ്ങനെ കുറേ പേര് വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കണം നോക്കിയിട്ട് എന്താണിത് നോക്കണുണ്ട് കേട്ടോ. ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്തിട്ട് വരുന്നവരാന്ന് തോന്നുന്നുണ്ട് ഇവരൊക്കെ. റൂമുകളൊന്നും ഇപ്പം എന്തായാലും കിട്ടില്ല. കാരണം ഫ്ലൈറ്റിൽ നിന്നും ഇവർ മുന്നുണ്ടായിരുന്നവർ ചെക്കൗട്ട് ചെയ്ത് പോവണ്ടേ. അതുവരെ എന്തായാലും നോ വേ. ഇപ്പോൾ നമ്മുടെ അലക്സ് ബ്രോത്തും ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം അവർ 7-Eleven പോയപ്പോൾ സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്, ഏതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ്. എന്നാലും അലക്സിൻ്റെ ഒരു പേടി. ഇപ്പോൾ വന്നിട്ടല്ലോ ഞങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തന്നെ വരണ്ടെന്നുള്ളൊരു ഇത്. അപ്പോൾ അതേ 2 ആൾ വരുന്നുണ്ട്, കാണിച്ചു തരാം. റൂട്ടിന് എന്താ റൂത്തൂസിന് ഞാനിവിടുന്ന് ഇളകാത്തതിൽ നല്ല ദേഷ്യമുണ്ട്. ഇതാ വരികയാണ് റൂത്ത്. അമ്മ വരിക. പിന്നെ എന്തൊക്കെ ഉണ്ട് അവിടെ?
കുറേ സാധനങ്ങളുണ്ട്. അപ്പം എന്തായാലും ഒന്ന് പോട്ടെ. എന്തായാലും ഇരുന്നാ പറ്റില്ലല്ലോ. ഇത് വരികയാണ് ഞാൻ കേട്ടോ ഋതു. കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സോറി, റൂമല്ല, ഹോട്ടല്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. 7-Eleven കല്യാണം കഴിക്കാൻ പോയാണ്ടോ? ഒരു കോഫിയും ബാഗ്, കുറച്ച് 2-3 ബർഗറും ഒരു പഴവും ഒരു കോഫിയും മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേന് നമുക്കിപ്പോൾ ചെക്കിന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. ഹലോ, അപ്പോ ഇന്ന് നല്ലൊരു ഉറക്കം കഴിഞ്ഞോട്ടാ. എൻ്റെ പിള്ളേരൊക്കെ കുറച്ചു നേരം ഉറങ്ങി. പിന്നെ ഇവള് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ റൂത്ത് ഉറങ്ങിയിട്ടില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിട്ടോ. പിന്നെ അലക്സ് കുറച്ചു നേരം ഉറങ്ങി. അപ്പൊ എന്തായാലും എൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറി. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇന്ന് നമ്മൾ തുടങ്ങാണ് നമ്മളിങ്ങനെ നടക്കാൻ. അപ്പൊ ഇതെന്തെങ്കിലും പണ്ടുള്ളതാണ് കേട്ടോ. പണ്ട് വെച്ചാൽ ഹൈക്കുള്ളത് തന്നെ. അപ്പൊ ഇതെല്ലാ ട്രാവലിങ്ങിനും ഞാൻ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഭയങ്കര സുഖമായിട്ട് വളരെ ഇവള് ഇങ്ങനെ ഇരിക്കൊന്നുമില്ല കേട്ടോ, നടക്കും. പക്ഷെ ഇരിക്കുമ്പോ എനിക്ക് ഇതുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. പിന്നെന്തായാലും ഓരോന്ന് കാണുമ്പോ ചിലപ്പോ കുറച്ച് ആളും മടുക്കൂല്ലോ നടന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ എടുക്കും. എനിക്കിത് വലിയ സീനില്ല, നമുക്ക് ഭയങ്കര അടിപൊളി സംഭവമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഞാനിപ്പോൾ എപ്പോഴും പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കുറേ സ്റ്റൈലിഷ് അങ്ങനെ ആക്സസറീസ് അങ്ങനെ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. സിമ്പിളായിട്ടൊരു പോണി, ഒരു കൂളിംഗ് ഗ്ലാസ്, എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ്, അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പോൾ റൂത്തേഴ്സ് ആണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഷേക്കിങ്ങും ക്യാമറയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ അടിയിൽ ഒരു കഫേ പോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ ലോബിയുടെ അടുത്ത് തന്നെ. അപ്പോൾ ഇത് ഫേക്കായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെറുതെ നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുള്ളൂ. ഇത് യൂസ്ഫുൾ അല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ റൂത്തിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവളത് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോവാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിരുന്നു, എല്ലാവരും റെസ്റ്റ് എടുത്തു. ഇനി നമുക്ക് ഓരോരോന്നായിട്ട് കാണാം. എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.